വാർദ്ധക്യത്തിലായിരിക്കുന്ന സക്രിയയ്ക്ക് സ്നാപയോഹന്നാൻ ജനിക്കുമെന്നുള്ള ദൂതന്റെ വാർത്തയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. സ്നാപയോഹന്നാനെ പോലെ ദൈവത്തിന്റെ പദ്ധതി നിറഞ്ഞൊരു കുഞ്ഞ് എന്തുകൊണ്ട് വാർദ്ധക്യത്തിലെ സക്രിയയ്ക്ക് ജനിക്കുന്നു? ഏതെങ്കിലുമൊക്കെ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ച് കർത്താവിന് വഴിയൊരുക്കുക മതിയായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ സക്രിയയ്ക്ക് തന്നെ ഈ കുഞ്ഞിനെ ജനിക്കാൻ കാരണമാകുന്നു? അതിന് വളരെ കൃത്യമായി കിട്ടുന്ന ഒരു ഉത്തരം ഇത്രയേ ഉള്ളൂ: സക്കറിയ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠയുള്ളവനും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവനായിരുന്നു എന്നുള്ള കാരണം തന്നെയാണ്. ഇതാണ് അയാളുടെ ജീവിതത്തെ സ്നാപയോഹന്നാനെ പോലെ ഒരു കുഞ്ഞിനെ കിട്ടാൻ കാരണമായിത്തീരുന്നത്. വാർദ്ധക്യം വരെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു നീതിബോധമുണ്ടായിരുന്നു. കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുവാനുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഈ ക്വാളിറ്റീസ് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഇടപെടലൊരു കുഞ്ഞിനെ സക്രിയയ്ക്ക് ലഭിക്കാൻ കാരണമായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ നീതിയുള്ള മനുഷ്യരൊക്കെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്കൊക്കെ ദൈവത്തിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുമായിരിക്കും, പക്ഷേ കാത്തിരിപ്പിനൊടുവിലെ വിരാമത്തിന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് വാർദ്ധക്യത്തിലെ സക്രിയയ്ക്ക് ഈ കുഞ്ഞിന് ലഭിക്കുന്നു? അയാൾ സൂക്ഷിച്ച നീതി അത്രത്തോളം വലുതായിരുന്നു. അയാൾ എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധിക്കുമ്പോൾ പ്രമാണങ്ങളും നിയമങ്ങളും അതുപോലെ സൂക്ഷിച്ച് പാലിക്കുമായിരുന്നു. ഒടുവിലാണ് ഒരു പുരോഹിതനായതുകൊണ്ട് തന്നെ അദ്ദേഹം ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തുന്ന സമയത്ത് ഈ വാർത്ത ഉണ്ടായി എന്ന് നാം കേൾക്കുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. ജെറുസലേമിൽ തന്നെ 24,000-ലധികം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുരോഹിതന്മാർക്ക് എല്ലാവർക്കും ബലിയർപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയില്ല. ഇനി ഇവരിൽ നിന്നെങ്ങനെയാണ് ഓരോരുത്തരും ബലിയർപ്പിക്കേണ്ടത് തിരഞ്ഞെടുക്കുന്നത്? അതിന് നറുക്കിടുന്നതാണ്. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 24,000-ലധികം പേരുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു ഹെർക്കൂലിയസ് ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായ പുരോഹിതർക്ക് അവരുടെ ജീവിതകാലത്ത് പോലും ഒരു ബലിയർപ്പിക്കാനുള്ള അവസരം ലഭിക്കില്ല എന്ന് പറയപ്പെടുന്നു. ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അത് ഒരിക്കൽ മാത്രമേ കിട്ടുകയുള്ളൂ, ഒരായുസ്സിലൊന്ന് എന്നൊക്കെ പറയാനേ ഉള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലിരിക്കുമ്പോഴാണ് സക്രിയയ്ക്ക് ആ കുറി വീഴുന്നത്. ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, സക്രിയയ്ക്ക് അയാളുടെ ആയുസ്സിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ ബലിയർപ്പണം. അങ്ങനെ ആയുസ്സിൽ കിട്ടിയൊരു ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിൽ ബലിയർപ്പിക്കാനായി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ഭാഗ്യം ഉണ്ടാകുന്നത്. ദൂതൻ വന്ന് പറയുന്നു, നിനക്കൊരു കുഞ്ഞ് ജനിക്കും. ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ഭാഗ്യത്തിന് മേൽ ഇരട്ടി ഭാഗ്യം ലഭിക്കുന്ന ഒരവസരം. പ്രിയമുള്ളവരെ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് സക്കറിയ ദൂതനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുള്ളതായി തോന്നുന്നുണ്ടോ? കാരണം ഇതേ ചോദ്യം മറ്റൊരാളും സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്, അതേ കാലഘട്ടത്തിൽ തന്നെ. ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കന്യകാമറിയമാണ്. പരിശുദ്ധ അമ്മയും ഇതേ ചോദ്യമാണ് ദൂതനോട് ചോദിച്ചത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനറിയുന്നില്ലല്ലോ. ഒരു കൃത്യമായി ഒരു അടുപ്പമുള്ള ചോദ്യങ്ങൾ രണ്ടുപേരും ദൂതനോട് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ദൂതൻ കാണിക്കുന്ന ഒരു പാർഷ്വാലിറ്റി ഉണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് അതിനൊക്കെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. നീ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി ക്ലാരിഫിക്കേഷൻ നൽകും. പക്ഷേ പുരോഹിതൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, സക്രിയയുടെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ദൂതൻ പറയുന്നത്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇത് ഒരു പാർഷ്വാലിറ്റി അല്ലേ? രണ്ടുപേർക്കും ഒരേ രീതിയിൽ സാധാരണഗതിയിലല്ലാത്ത കുഞ്ഞ് ജനിക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ഒരാൾക്ക് ക്ലാരിഫിക്കേഷനും മറ്റൊരാൾക്ക് തിരിച്ച് അവിശ്വസിച്ചതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നവരെ മൂകനുമായി തീരുന്നൊരവസ്ഥ. എന്തുകൊണ്ടായിരുന്നു ഇത്? ഈ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. സക്രിയ ഒരു പുരോഹിതനായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ബലിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംശയിക്കാനോ ചോദ്യം ചോദിക്കാനോ പോലും അവകാശമില്ല എന്നുള്ളതാണ് ദൈവിക പദ്ധതിയുടെ രഹസ്യം. ചിലർക്കൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, ചിലർക്കൊക്കെ സംശയ നിവാരണത്തിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില മനുഷ്യർക്കൊന്നും അതിന് പോലും അവകാശമില്ല. കാരണം അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഇട പോലും അവർ കൊടുക്കാൻ പാടില്ല. കണ്ണും പൂട്ടി വിശ്വസിക്കണമെന്ന സാരം.
പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിക്കണം, നാം എത്രമാത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ചില സംശയങ്ങൾ, ദൈവത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ചില മടുപ്പുകൾ, പ്രാർത്ഥനയോട് തോന്നുന്ന ചില വിരസത, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിന് കാരണം നാം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്, ചേർന്ന് നിൽക്കുന്നവരാണ്. ചേർന്ന് നിൽക്കുന്നവർക്കൊന്നും ഇതിൻ്റെയൊന്നും ഭാഗ്യമുണ്ടാകുകയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവൻ എന്ത് പ്രവർത്തിച്ചാലും കണ്ണും പൂട്ടി വിശ്വസിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഒരു അടയാളമെന്നോളം അവൻ മൂകനായിത്തീരുന്നു. പ്രിയമുള്ളവരെ, സക്രിയെ ധ്യാനിക്കുന്ന ദിവസമാണെന്ന്. ഒരു രക്ഷാകര ചരിത്രത്തിന് തന്നെ പുതിയൊരു ദിശ നൽകിയ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നതുകൊണ്ടും നിയമം പാലിച്ചതുകൊണ്ടും ദൈവം അദ്ദേഹത്തിന് നൽകിയ കരുണയുടെ പേരാണ് സ്നാപക യോഹന്നാൻ. ആ കരുണയെ അവിശ്വസിച്ചതുകൊണ്ട് അദ്ദേഹം കുറച്ചു നേരത്തെങ്കിലും മൂകനായിത്തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മളും നീതിയുള്ളവരും പ്രമാണങ്ങൾ സൂക്ഷിക്കുന്നവരുമായി തീർന്നാൽ ദൈവം ഇരട്ടി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യും. ഒരുപക്ഷെ നാം പോലും അത് അതിശയപ്പെട്ടു പോകും, സംശയപ്പെട്ടു പോകും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ കൃത്യമായി നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.